സുഹൃത്തുക്കളെ, സ്കൂളുകൾ തുറക്കാറായി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരുമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ സ്വാഗതം ചെയ്യാൻ. ഈ അടുത്ത് ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, വാട്ട് യു മീൻ ബൈ സ്കൂൾ? സ്കൂൾ എന്നതിന് ഒരു പൂർണ്ണരൂപം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ തമാശക്കാരനായ ആ വിദ്യാർത്ഥി ഇങ്ങനെ പറഞ്ഞു, 7 crappy hours of our life. ഞങ്ങളുടെ ജീവിതത്തിലെ ഉറങ്ങിത്തൂങ്ങാനുള്ള 7 മണിക്കൂറുകൾ എന്ന്. ശേഷം അവൻ ആലോചിച്ചു പറഞ്ഞു, ഇങ്ങനെയും പറയാൻ 7 creative hours of our life. വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, കുട്ടി സ്കൂളിൽ ചെലവഴിക്കുന്ന 7 മണിക്കൂറുകൾ അത് ക്രിയേറ്റീവ് ആയിരിക്കണം, മനോഹരമായിരിക്കണം, പുതുമകൾ കൊണ്ടുവരാനുള്ളതായിരിക്കണം. ഇവിടെ അധ്യാപകർക്ക് വലിയ ബാധ്യതകളുണ്ട്, രക്ഷിതാക്കൾക്ക് വലിയ ബാധ്യതയുണ്ട്, പഠിക്കുന്ന കുട്ടിക്കും അവന്റെ കൂട്ടുകാരനും വലിയ ബാധ്യതയുണ്ട്. എഡ്യൂക്കേഷൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഒരു കുട്ടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി ആ കഴിവുകളെ പുറത്തെടുക്കുക എന്നതാണ്. പരീക്ഷ എഴുതി A+ വാങ്ങുക എന്നതിനപ്പുറത്ത് ജീവിതമാകുന്ന പരീക്ഷയിലും A+ ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് പ്രവർത്തിച്ച് കുട്ടിയുടെ വളർത്തിക്കൊണ്ടുവരേണ്ട കഴിവുകൾ, നൈപുണ്യങ്ങൾ മനസ്സിലാക്കി അതേ ട്രാക്കിൽ അവന് പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ലോക നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയും. മഅ്ദിൻ അക്കാദമിയുടെ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അധ്യാപകൻ, വിദ്യാർത്ഥിയും രക്ഷിതാക്കളും ചെയ്യേണ്ട കാര്യം ഇന്നോവേറ്റ് വിത്ത് ഇന്നോവേഷൻ, ഇൻസ്പയർ വിത്ത് ഇൻറ്റ്യൂഷൻസ് ആൻഡ് എൻഗേജ് വിത്ത് enthusiasm. Work is workshop. വളരെ മനോഹരമായിട്ടാണ് ഒരു മീറ്റിംഗിൽ തങ്ങൾ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. പുതുമകളെ നാം സൃഷ്ടിക്കണം, ഇന്നോവേഷൻ കൊണ്ടുവരണം. അവിടെ ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം. അകക്കാഴ്ചകളില്ലാത്ത ഇന്നോവേഷൻ പരാജയമായിരിക്കും. കുട്ടികളെ നാം ഇൻസ്പയർ ചെയ്യണം. ഇൻറ്റ്യൂഷൻ, ഒരു പർപ്പസോടെ, ഒരു ലക്ഷ്യത്തിലേക്ക് കുട്ടിക്ക് വഴി കാണിച്ച് കൈപിടിച്ച് അവനെ കൊണ്ടുവരണം. എൻഗേജ് വിത്ത് enthusiasm. ആർക്കോ എന്തിനോ വേണ്ടി പഠിക്കുന്ന, അല്ലെങ്കിൽ എന്തിനോ സമയം വേണ്ടി എവിടേക്കെയോ എന്തൊക്കെയോ വായിച്ച് എഴുതി കൂട്ടുന്ന ഒരു പ്രക്രിയയാവരുത്. അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടികളും മനോഹരമായി എൻഗേജ് ആവണം വിത്ത് enthusiasm, വളരെ പ്രതീക്ഷയോടെ. അതാണ് എന്റെ ചെയർമാൻ അധ്യാപകരോട് ഈ അടുത്ത് പറഞ്ഞത്. കഴിഞ്ഞില്ല, വർക്ക് ഈസ് വർഷിപ്പ്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് അതൊരു ആരാധനയാണ്, അതൊരു പ്രാർത്ഥനയാണ്, അതൊരു പദ്ധതിയാണ്. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മളിൽ ഏൽപ്പിച്ച, അധ്യാപകരിൽ ഏൽപ്പിച്ച അമാനത്ത് സ്വത്താണ് എന്ന് എന്റെ ചെയർമാൻ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സിലുള്ള ഐൻസ്റ്റൈനിനെ, നമ്മുടെ ക്ലാസ്സിലുള്ള ബെർണാഡ് ഷയെ നമുക്ക് കാണാൻ കഴിയണം. നമ്മുടെ ക്ലാസ്സിലുള്ള മഹാത്മാഗാന്ധിജിയെ, നമ്മുടെ ക്ലാസ്സിലുള്ള അംബേദ്കറെ, നമ്മുടെ ക്ലാസ്സിലുള്ള മദർ തെരേസയെ, നമ്മുടെ ക്ലാസ്സിലുള്ള സ്വാമി വിവേകാനന്ദനെ, നമ്മുടെ ക്ലാസ്സിലുള്ള APJ അബ്ദുൽ കലാം സാറിനെ നമുക്ക് കാണാൻ കഴിയണം. ഭാവി കാണാൻ കഴിയുന്നവനായിരിക്കണം അധ്യാപകൻ. വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം. ലക്ഷ്യമില്ലാതെ നാം ക്ലാസ് റൂമിൽ ഇരിക്കരുത്. പന്ത് കളിയുടെ അവസാനത്തിൽ
പ്രതീക്ഷാനിർഭയമായ അവസാന സ്പോട്ടിൽ പെട്ടെന്ന് ഗോൾ പോസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ബസ് കണ്ടക്ടർ നിങ്ങൾ യാത്രക്കാരനോട് ചോദിക്കുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അറിയില്ല എന്ന് പറയുന്ന യാത്രക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടി എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അതിനൊരു ഉത്തരമില്ലെങ്കിൽ ഈ രണ്ട് സിനാരിയോ നാം ഓർമ്മിക്കണം. എന്തിനാണ് പഠിക്കുന്നത് എന്ന് വ്യക്തമായി എഴുതി പഠിച്ച് നാം ക്ലാസ്സിലിരിക്കണം. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ മനസ്സിലാക്കി അവരുടെ കൂടെ നാം മാറണം. രക്ഷിതാക്കൾ നല്ലൊരു സുഹൃത്താവണം. രക്ഷിതാക്കൾ നല്ലൊരു അധ്യാപകനാവണം. രക്ഷിതാക്കൾ നല്ലൊരു മെന്ററായി മാറണം. ഇവര് 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. 2025-26 വർഷത്തിലെ അക്കാഡമിക് ഇയറിൽ എല്ലാം നല്ലത് വരട്ടെ എന്ന ആശംസകളോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.